ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ മാത്സ് ഫസ്റ്റ് ടൈം എക്സാം അഥവാ ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ കൂട്ടുകാരെ. ലെറ്റ്സ് ഡ്രോ ആൻഡ് ഫൈൻഡ്. മീര ആൻഡ് ഹെർ ഫ്രണ്ട്സ് കെയിം ടു വാച്ച് ദ കോമ്പറ്റീഷൻ. മെനി കോമ്പറ്റീഷൻ ആർ അവൈലബിൾ ഫോർ ചിൽഡ്രൻ. ഫസ്റ്റ് ഐറ്റം ഈസ് ഡ്രോയിങ് പിക്ചേഴ്സ് ആൻഡ് റീച്ച് ദ സീ വാട്ട് വാസ് റിട്ടൺ ദർ. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? മീരയും കൂട്ടുകാരും എങ്ങോട്ടേക്ക് പോവുകയാണ്? കോമ്പറ്റീഷൻ കാണാൻ പോയി അല്ലേ. മെനി കോമ്പറ്റീഷൻ ആർ അവൈലബിൾ ഫോർ ചിൽഡ്രൻ. ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് ഐറ്റം ഈസ് ഡ്രോയിങ് പിക്ചേഴ്സ് ആൻഡ് റീച്ച്. ഫസ്റ്റ് എന്തായിരുന്നു അവർ പോയത്? ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? ഡ്രോയിങ് പിക്ചേഴ്സ് ആണല്ലേ. അപ്പോൾ അവരവിടേക്കാണ് ആദ്യം പോയത്. സി വാട്ട് വാസ് റിട്ടൺ ദർ. അവിടെ എഴുതിയിട്ടിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ ചോദിച്ചിട്ടുണ്ടല്ലേ. ഇവിടെ നോക്കൂ. കമോൺ, ലെറ്റ്സ് ഡ്രോ എ പിക്ചർ. വരൂ, നമുക്കൊരു ചിത്രം വരയ്ക്കാം. ഡ്രോ എ പിക്ചർ യൂസിങ് സർക്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, സർക്കിളും റെക്റ്റാങ്കിളും ചേർത്തിട്ട് എന്ത് ചെയ്യുക? ഒരു പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ കൂട്ടുകാരെ? സർക്കിൾ വൃത്തം അല്ലേ, റെക്റ്റാങ്കിൾ ചതുരം. അപ്പോൾ ഈ സർക്കിളും റെക്റ്റാങ്കിളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പിക്ചർ വരയ്ക്കുക. ഒരു മോഡൽ നമുക്ക് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? സ്കെയിലൊക്കെ ഉപയോഗിച്ച് വേണം വരയ്ക്കാൻ. ദെൻ നോക്കൂ, ഇതൊരു സർക്കിള്. ഇതിന് നടുവിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെയൊക്കെ വരച്ച് കളർ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പിക്ചർ നിങ്ങൾ എന്ത് ചെയ്യുക? വരയ്ക്കുക. ദെൻ നെക്സ്റ്റ് നോക്കൂ. ഹൗ മെനി റെക്റ്റാങ്കിൾസ് ആർ ദർ ഇൻ ദ പിക്ചർ യു ഹാവ് ഡ്രോൺ. അപ്പം നിങ്ങൾ വരച്ച ചിത്രത്തിൽ എത്ര റെക്റ്റാങ്കിൾ ഉണ്ടെന്ന് കണ്ടെത്താനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഒരൊറ്റ റെക്റ്റാങ്കിളേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്ത് നമുക്ക് എഴുതാം? 1 എന്ന് എഴുതാം. ഇനി കൂട്ടുകാർ വരയ്ക്കുന്ന ചിത്രത്തിന് 2 3 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതുപോലെ ഇവിടെ കൗണ്ട് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പുട്ട് എ ടിക്ക് മാർക്ക് അല്ലെങ്കിൽ എക്സൽ, അതായത് ഇൻറ്റു മാർക്ക് എഗെയിൻസ്റ്റ് പുട്ട് എന്താണ് എക്സ് അഥവാ ഇൻറ്റു മാർക്ക് എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നോട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് റെക്റ്റാങ്കിൾ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ചതുരം അല്ലേ. അപ്പോൾ ആ ചതുരത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അഥവാ സവിശേഷത അല്ലേ, സവിശേഷതയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ഇൻറ്റു മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹാവ് 4 സൈഡ്സ്, 4 വശങ്ങളുണ്ട്. നമുക്കറിയാം. നോക്കൂ, ഒരു റെക്റ്റാങ്കിൾ അല്ലേ പറഞ്ഞിട്ടുള്ളത്. യെസ്, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇതല്ലേ ഇപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. യെസ്, ഇതിൻ്റെ വശങ്ങൾ എങ്ങനെയാണ്? 4 വശമുണ്ട് അല്ലേ. ഇതിന് എത്ര വശങ്ങളാണുള്ളത്? ഹാവ് 4 സൈഡ്സ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണല്ലേ. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, ഇതിന് 4 വശങ്ങളില്ലേ? 1 2 3 4. അപ്പം 4 സൈഡ്സ് ഉണ്ട്. ദെൻ ഹാവ് 4 കോർണേഴ്സ്, 4 കോർണേഴ്സ് ഉണ്ടല്ലോ. 1 2 3 4. അപ്പോൾ അതും ശരിയാണ്. ദെൻ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ എന്നാണ്. ഇവിടെ നോക്കൂ, നോട്ട് ഈക്വൽ എന്നാണ് നൽകിയിട്ടത്. ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇതല്ലേ. അപ്പോൾ ഇവ എന്താണ്? ഈക്വൽ അല്ലേ. ദെൻ ഈ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഈക്വൽ ആണല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു മാർക്ക് കൊടുക്കാം അല്ലേ ഇവിടെ. അപ്പോൾ ഇങ്ങനെ എക്സ് എന്ന് നിങ്ങൾ വരച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ ഹിയർ ഈസ് ദ പിക്ചർ ഡ്രോൺ ബൈ വീണ. ഹൗ മെനി റെക്റ്റാങ്കിൾസ് ആർ ദെൻ ഇൻ ഇറ്റ്. ഇവിടെ എന്താണ്? നമ്മൾ വീണ വരച്ചൊരു പിക്ചർ ആണല്ലേ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ടെന്ന് നമ്മളോട് എണ്ണി നോക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ കൂട്ടുകാരെ, 1, ഓക്കെ, 1, ദെൻ 2 3, ദെൻ ഏതാണ്? 4 ഉണ്ടല്ലേ. 4 എന്ന് പറയുന്നത് നമുക്ക് ഇതെടുക്കാം, ഈ വലിയ റെക്റ്റാങ്കിൾ എടുക്കാം. അപ്പം ഇതെന്തായി? ഓക്കെ, നമ്മളിപ്പോൾ 3 എണ്ണല്ലേ കണ്ടത്. ഇനി 4 നമുക്ക് ഏതാക്കി എടുക്കാം? യെസ്, ഇത് നാലാമത്തെ അല്ലേ. ഇനി ഇതിൽ ഒന്നുകൂടി ഉണ്ട്. കൂട്ടുകാർക്ക് പറയാൻ പറ്റും ഏതാണെന്ന്? യെസ്, ഇതാണല്ലേ. ഇതൊരു ചതുരമാണല്ലോ. ഈ 2 കുഞ്ഞു ചതുരങ്ങൾ തരുന്ന ഇതൊരു ചതുരമാണല്ലേ. അപ്പം എത്ര ചതുരമായി? 1 2 3, ദെൻ ഈ വലിയ റെക്റ്റാങ്കിൾ 4, ദെൻ ഇതല്ലേ 5 ആയല്ലേ. അപ്പം എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്? നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 5. Then activity 2, come and win a prize. Some instruction are placed on the other part of the exhibition counter. എക്സിബിഷൻ കൗണ്ടറിൻ്റെ മറ്റൊരു പാർട്ടിൽ എന്താണ്? കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട് അല്ലേ. ഇഫ് യു റൈറ്റ് ദ നമ്പേഴ്സ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ യു വിൽ ഗെറ്റ് എ പ്രൈസ്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ നമ്പർ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? എന്ത് കിട്ടും?
യു വിൽ ഗെറ്റ് എ പ്രൈസ്, നിങ്ങൾക്കൊരു പ്രൈസ് കിട്ടും, ഒരു സമ്മാനം കിട്ടുമെന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. സീ ദ ഇൻസ്ട്രക്ഷൻ റിസീവ്ഡ് ബൈ മീര, ഫൈൻഡ് ദ നമ്പർ ആൻഡ് റൈറ്റ് ഇറ്റ് ഓൺ ദ നമ്പർ സ്ട്രിപ്പ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ നമ്പർ ഈ നമ്പർ സ്ട്രിപ്പിൽ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ കൂട്ടുകാരെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താ എഴുതിയിട്ടുള്ളത്? 300s, 8 10s, 5000, 4 ones. അപ്പോൾ 300s ആണല്ലേ. 300s എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 ആണല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതി കൊടുക്കാം 300. ദെൻ 8 10s, 8 10s എന്ന് പറഞ്ഞാൽ 8000 അല്ലേ. ഓക്കെ, 8000. സോറി, 8000, 8 10s അല്ലേ പറഞ്ഞിട്ടില്ല. 8 10s എന്ന് പറഞ്ഞാൽ എന്താ 80 അല്ലേ. സോറി, 8 10s എന്ന് പറഞ്ഞാൽ 80. ഓക്കെ, ദെൻ 5000 ആണ്, 5000. ഓക്കെ, ദെൻ 4 ones. ആൻസർ കിട്ടിയോ? എത്രയാണ് ഉത്തരം കിട്ടുന്നത്? യെസ്, 5384 അല്ല ആൻസർ. 5384. ഓക്കെ, 5384 ആൻസർ. ഇനി നോക്കൂ, 4000s ഉണ്ടല്ലേ. അപ്പോൾ 4000 എന്ന് എഴുതാം നമുക്കിവിടെ. ദെൻ 3 10s ആണല്ലേ. ടെൻസിൻ്റെ പ്ലേസ് ഇവിടെ നോക്കൂ, 3 10s. നമ്പർ എത്രയാണ്? 4030 ആണല്ലേ. അപ്പോൾ 4030, 4030 അല്ലേ ആൻസർ. കിട്ടിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ വിത്ത് 2500. 2500 എന്ന് പറഞ്ഞാൽ എത്രയായി കൂട്ടുകാരെ? അതായത് 25 × 100 അല്ലേ. എത്രയാണ്? 2500 ആയില്ലേ. എത്രയാണ് നമുക്ക് കിട്ടുക? 2500. ദെൻ 8 10s എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 80. ദെൻ 4 ones അല്ലേ. അപ്പം ആൻസർ എത്രയാണ്? 2584 അല്ലേ. 2584 ആൻസർ കിട്ടിയല്ലോ. ഓക്കെ, ദെൻ ലെസ് ദ സ്മോളസ്റ്റ് 4 digits നമ്പർ 1 ലെസ് ദ സ്മോൾ 4 digit നമ്പർ അല്ലേ. ഇവിടെ സ്മോളസ്റ്റ് 4 digit നമ്പർ ആണ്. നമുക്കറിയാം സ്മോളസ്റ്റ് 4 digits നമ്പർ ഏതാണ്? സ്മോളസ്റ്റ്, യെസ്, 1000 ആണ് അല്ലേ. 1000 ആണ്. അപ്പം അതിൽ നിന്ന് 1 കുറച്ചാൽ എത്രയായിരിക്കും? യെസ്, 999 അല്ലേ കിട്ടുക. അപ്പം അതിവിടെ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, 900, ദെൻ 9 10s, ദെൻ 9 ones അല്ലേ. അതായത് 999. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് 2160? അപ്പോൾ ഇവിടെ നോക്കൂ, 2006 10s എന്ന് നൽകിയിട്ടുണ്ട്. 2000 എന്ന് പറഞ്ഞാൽ എത്രയായി? 2000. 6 10 എന്ന് പറഞ്ഞാൽ യെസ് 2000 പ്ലസ് 6 10 എന്ന് പറഞ്ഞാൽ സോറി 1. ഓക്കെ, 2000 പ്ലസ് 60 അല്ലേ. 6 10 എന്ന് പറഞ്ഞാൽ 60. അപ്പം എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 2060 എന്ന് കിട്ടും അല്ലേ. ദെൻ 2060 10s. 2000 എന്ന് പറഞ്ഞാൽ 2000 പ്ലസ് 60 10s എന്ന് പറഞ്ഞാൽ എത്രയായി? 600 ആയല്ലേ. അപ്പം എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 2600 എന്ന് കിട്ടും. ദെൻ 2016 10s. ഓക്കെ, അപ്പോൾ 2000 പ്ലസ് 16 10s എന്ന് പറഞ്ഞാൽ എത്രയായി? 160 ആയല്ലേ. അപ്പോൾ 2160 എത്രയാണ്? യെസ്, 2160. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. 2160 അല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ശരി? സി ആവും അല്ലേ. ഇനി ഇവിടെ നോക്കൂ, 2016 hundreds ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ശരിയാവില്ലല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് സി ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി ബി, ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ് അല്ലേ. സീ ദ നമ്പർ കാർഡ് സാന്ദ്ര ഗോഡ്. സാന്ദ്രയ്ക്ക് കിട്ടിയിട്ടുള്ള നമ്പർ കാർഡ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വിച്ച് ഓഫ് ദ നമ്പർ സ്ട്രിപ്പ് ഗിവൺ ഹിയർ വിൽ മേക്ക് ദ നമ്പർ ഓൺ ദ കാർഡ് വിത്ത് സാന്ദ്ര. അപ്പോൾ അത് അവൾക്ക് ഇവിടെ നൽകിയിട്ടുള്ള കാർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് അവൾക്ക് കിട്ടിയിട്ടുള്ള നമ്പർ എത്രയാണ് കൂട്ടുകാരെ? 6475 ആണല്ലേ. ഇവിടെ അപ്പോൾ നോക്കൂ, 6000 ഇതാ, ദെൻ 400 ഉണ്ടല്ലോ, 400 ഇതാ, then 4000, yes, 6400, then 70.
യെസ് എവിടെ? യെസ് 75 അല്ലേ? ഓക്കെ 5 ഇവിടെയാണ്. യെസ് 5. ഓക്കെ അപ്പോൾ ഈ നമ്പർ ആണല്ലേ. അപ്പോൾ അവൾക്ക് ഏതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? 6000. അപ്പോൾ അവിടെ നമുക്ക് എഴുതാം 6000 then 400 then 70 അല്ലേ? 475. അപ്പോൾ ഇതങ്ങ് എടുത്ത് എഴുതുക. ഓക്കെ അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ എത്രയാണ്? 6000 വരും. ദെൻ 400 7 10s എന്ന് പറഞ്ഞ 70 ദെൻ 5 അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ദ ലാർജസ്റ്റ് 4-digit നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഗിവൺ നമ്പർ സ്ട്രിപ്സ്. അപ്പോൾ ഈ തന്നിട്ടുള്ള നമ്പർ സ്ട്രിപ്സ് ഉണ്ടല്ലോ, ഈ തന്നിട്ടുള്ള നമ്പർ സ്ട്രിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്ന ഏറ്റവും വലിയ നമ്പർ ആണല്ലേ കൂട്ടുകാരെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, 1000ന്റെ പ്ലേസിൽ ഏതാ ഏറ്റവും വലുത് വരുന്നത്? യെസ് 9 ആണല്ലോ. 9000 വരുന്നുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും വലുത് നമുക്ക് കിട്ടി 9000. അപ്പം 9 എഴുതാം നമുക്ക്. ഓക്കെ അപ്പം നമുക്ക് 9 എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് 100ന്റെ പ്ലേസിൽ ഏതാ ഏറ്റവും വലിയ സംഖ്യ? 600 ഉണ്ട്, 400 ഉണ്ട്, 700, യെസ് 800 ആണല്ലോ. അപ്പം അതിൽ ഏറ്റവും വലുതുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്പർ ആയിട്ട് നമുക്ക് 8 എഴുതാം. ദെൻ 10ന്റെ പ്ലേസിൽ ഇനി ഏറ്റവും വലുതാണുള്ളത് 50 ഉണ്ട്, 90 ഉണ്ട്, 70 ഉണ്ട്, 60 ഉണ്ട് അല്ലേ. അപ്പം 90ൽ 9 എഴുതാം. അപ്പം 9. ദെൻ 1ന്റെ പ്ലേസിൽ ഏറ്റവും വലുത് ഏതാണ്? 6 ഉണ്ട്, 5 ഉണ്ട്, ദെൻ 4, 7, 6. അപ്പോൾ ഏതാണുള്ളത്? ഓക്കെ 6 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട് അല്ലേ. ഓക്കെ ഇതല്ലേ ഉള്ളൂ. 6 ഉണ്ട്, 6 ഉണ്ട്, പിന്നെ ഇതെന്താണ്? 5 ഉണ്ട്, 4 ഉണ്ട്. വേറെ ഉണ്ടോ? ഇല്ലല്ലേ. അപ്പം നമുക്ക് ഏത് നമ്പർ എഴുതാം? 6 എഴുതാമല്ലേ. അപ്പം എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? അപ്പം എത്രയാണ് കൂട്ടുകാരെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്? 9896 അല്ലേ. 9896 എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? എങ്ങനെയാണ് നോക്കൂ. ഇതിൽ ഏറ്റവും വലിയ 1000ന്റെ ഏറ്റവും വലിയ നമ്പർ ഏതാണ് നോക്കാം. 9000 ആണുള്ളത്, പിന്നെ 6000 ഉണ്ട്, പിന്നെ എത്രയാണുള്ളത്? 7000 ഉണ്ട്. ഓക്കെ അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 9000 അല്ലേ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം നിങ്ങൾക്ക്. 9000 പ്ലസ് ഇനി 6ന്റെ എന്താ പറയുക 100ന്റെ പ്ലേസിലല്ലേ. അത് എത്രയാണ് നമുക്ക് കിട്ടണ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്? 800 ആണല്ലേ. അപ്പം 800 പ്ലസ് ദെൻ 10ന്റെ പ്ലേസിൽ ഏറ്റവും വലുത് കിട്ടണത് 70 ആണ്. അപ്പം 90 ആണല്ലേ. ഓക്കെ 90 ആണ് നമുക്ക്. ഓക്കെ നമുക്ക് ഏതാ കിട്ടിയിട്ടുള്ളത്? യെസ് 800 പ്ലസ് 90 പ്ലസ് 6 അല്ലേ. ഓക്കെ അപ്പം നമുക്ക് എത്രയാണ് ആൻസർ കിട്ടിയത്? 9896. എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. The bead from the thousands place on the abacus and place it on tens place. Which is the number got now? ഇവിടെ നോക്കൂ, 1000ന്റെ പ്ലേസിൽ എത്ര ബീഡ്സ് ഉണ്ട്? 4 ബീഡ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഒരു ബീഡ്സ് എന്ത് ചെയ്യണമെന്ന് പറയണത്? 10ന്റെ പ്ലേസിലേക്ക് മാറ്റാണ്. ഇവിടെ നോക്കൂ, അപ്പോൾ ഇതിൽ ഒരു ബീഡ് എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ബീഡ് എന്ത് ചെയ്യാണ്? ഇവിടേക്ക് 10ന്റെ പ്ലേസ് അല്ലേ, ഇവിടേക്ക് മാറ്റി. അതായത് ഇതാണ് 1s, ഇത് 10s, ഇതിന് 100s, ഇത് 1000 പ്ലേസ് ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാണ്? ഈ 1000ന്റെ പ്ലേസിൽ നിന്ന് ഒരു ബീഡ് എടുത്തിട്ട് എവിടേക്ക് മാറ്റുകയാണ്? യെസ് 10ന്റെ പ്ലേസിലേക്ക് മാറ്റുകയാണ് അല്ലേ. അപ്പം നമുക്ക് കിട്ടുന്ന നമ്പർ ഏതായിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? യെസ് 3010 ആണല്ലേ. 3010 അല്ലേ കിട്ടുന്നത്. അതായത് 3000 ഉണ്ട്, ദെൻ എത്ര ടെൻസ് ആണ് ഉണ്ടാവുക? 110 അല്ലേ. എത്ര ടെൻസിന്റെ പ്ലേസിൽ 1 ആണല്ലേ. അപ്പോൾ ഏതാണ്? 3010 ആണ് നമുക്ക് ആൻസർ കിട്ടുക. 3010. ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് നമ്പർ ആൻഡ് ദ നമ്പർ യു ഗോട്ട് നൗ. ഫസ്റ്റ് നമ്പർ എത്രയായിരിക്കും കൂട്ടുകാരെ? ഫസ്റ്റ് ഇവിടെ നോക്കൂ, 4 ബീഡ്സ് അല്ലേ ഉള്ളത്. 1000ന്റെ പ്ലേസിൽ 4 ബീഡ്സ് ഉണ്ട്. അപ്പം എത്രയാണ് നമ്പർ കിട്ടുക നമുക്ക്? 4000 ആണ് കിട്ടുക. ഡിഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യെസ് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ 2 നമ്പറിൽ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 4000 ആണ്. നെക്സ്റ്റ് നമ്പർ എത്രയാണ് നമുക്ക് കിട്ടിയത്? 3010 അല്ലേ. ഓക്കെ മൈനസ്
അപ്പം നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ്, 990 എന്ന് കിട്ടും അല്ലേ? 9990. അപ്പം ആൻസർ ഇതാണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് 5083? 5083 എന്ന് പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. ഇത് ഏതാണ്? 5803 ആണ്. ദെൻ 5830 ആണിത്. ദെൻ 5083 ആണ്. 5038 ആണ്. അപ്പോൾ ഏതാ റൈറ്റ് ആൻസർ? യെസ്, 5083. ഇതല്ലേ 5083? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 5083 അല്ലേ? ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ 3. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി? ആക്ടിവിറ്റി 3 ഹൗ മെനി അല്ലേ? ചിൽഡ്രൻ ആർ ലൈൻഡ് അപ്പ് ടു ബൈ ടിക്കറ്റ്സ് ഫോർ എക്സിബിഷൻ. എന്താണ്? ചിൽഡ്രൻ ടിക്കറ്റ്സ് വാങ്ങുന്നതിന് വേണ്ടി എന്താണ്? ലൈനായിട്ട് നിൽക്കുകയാണ് അല്ലേ? മീരാസ് പൊസിഷൻ ഇൻ 13th ഫ്രം ബോത്ത് ദ എൻഡ്സ്. മീരയുടെ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? പിറകിൽ നിന്നും അതായത് പിറകിൽ നിന്നും മുന്നിൽ നോക്കുമ്പോൾ എത്രയാണെന്നാ പറയുന്നത്? ബോത്ത് എൻഡ്സ് എന്ന് പറഞ്ഞാൽ അതായത് ബാക്കിൽ നിന്ന് മുന്നിൽ നിന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ എന്താണ്? മീരയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 13th ആണ്, 13ാമതാണ് അല്ലേ? അതായത് ഇവിടെ നിന്ന് എണ്ണുമ്പോഴും ഇവിടുന്ന് ഇങ്ങനെ എണ്ണുമ്പോഴും ഓക്കെ, ഇപ്പം തന്നിട്ടുള്ളതിൽ നോക്കൂ, ഇവിടുന്ന് ഇങ്ങനെ എണ്ണുമ്പോഴും അതായത് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോഴും 13 ദെൻ ഇവിടുന്ന് മുന്നിൽ നിന്ന് ബാക്കിലേക്ക് എണ്ണിയാലും 13 അല്ലേ? അപ്പോൾ ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ ഇൻ ദ ലൈൻ? അപ്പോൾ എത്ര കുട്ടികളാണ് ആ വരിയിൽ ഉണ്ടാവുക എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇവിടെ നോക്കൂ, ഫസ്റ്റിന്ന് 13ാമത്തെ നമ്പറാണ് ആരുടെ? നമ്മുടെ മീരയുടെ അല്ലേ? അപ്പൊ 13ന്റെ മുന്നിലായിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ഇവിടെ നോക്കൂ, 12 നമ്പേഴ്സ് ഉണ്ടാവില്ലേ? അപ്പൊ 12 പ്ലസ് ദെൻ 1 നടുവിലായിട്ട് ആരുണ്ട്? മീര ഉണ്ട് അല്ലേ? അപ്പൊ 1. ദെൻ ബാക്കിലും എത്ര പേര് തന്നെ ഉണ്ടാവും? 12 പേരുണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ ആൻസർ എത്രയാ കിട്ടുന്നത്? യെസ്, നമുക്ക് കിട്ടും 25 അല്ലേ? ആൻസർ എത്രയാണ്? 25. അപ്പോൾ ആകെ എത്ര കുട്ടികളുണ്ട്? 25 ചിൽഡ്രൻ ആണല്ലോ ഉള്ളത്. ദെൻ മിത്ര സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ ഗോട്ട് ദ ടിക്കറ്റ് ഓഫ് നമ്പർ 2789. വാട്ട് വിൽ ബി ദ ടിക്കറ്റ് നമ്പർ ഓഫ് സാന്ത സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ്? അപ്പോൾ നോക്കൂ, മിത്ര എവിടെ നിൽക്കുന്നത്? ബിഗിനിങ്ങിലാണ്. അതായത് ഈ ഫസ്റ്റ് നിൽക്കുന്നത് ആരാണെന്ന് വിചാരിക്കുക? മിത്രയാണ്. അപ്പോൾ മിത്രയുടെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 2789 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ടിക്കറ്റ്സ് ഓഫ് ദ വാട്ട് വിൽ ബി ദ ടിക്കറ്റ് ഓഫ് നമ്പർ ഓഫ് സാന്ദ്ര. എൻ്റെ ഏറ്റവും അവസാനത്തിൽ ആരാ നിൽക്കുന്നത്? സാന്ദ്രയാണല്ലേ? അപ്പോൾ ആ സാന്ദ്രയുടെ നമ്പർ എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ എത്രയാണ്? 2789 ആണ്. നമുക്കറിയാം ആകെ എത്ര കുട്ടികളാണുള്ളത്? 25 പേരാണല്ലേ? അപ്പോൾ ബാക്കി സാന്ദ്രയെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്ര കുട്ടികളാണ് ഉണ്ടാവുക? 24 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2789 പ്ലസ് 24 ആഡ് ചെയ്യാം അല്ലേ? 24 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 2813 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ സാന്ദ്രയുടെ നമ്പർ എത്രയാണ്? 2813. ദെൻ ദ ടിക്കറ്റ് കോസ്റ്റ് ഈസ് 2500 rupees. ദേ ഹാവ് 500 rupees നോട്ട്സ് ഇൻ ഹാൻഡ്. ഹൗ മെനി നോട്ട്സ് ദേ ഷുഡ് പേ? നോക്കൂ, ടിക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2500 രൂപയാണ് അല്ലേ? ദേ ഹാവ് 500 rupees നോട്ട്സ്. അവരുടെ കയ്യിൽ എത്ര രൂപ നോട്ടുകളാണ് ഉള്ളത്? 500 രൂപ നോട്ടുകളാണ്. അപ്പോൾ ഹൗ മെനി നോട്ട്സ് ദേ ഷുഡ് പേ? അപ്പോൾ അവർ എത്ര പേ ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 2500 എത്ര 500 ഉണ്ട് കൂട്ടുകാരെ? എത്ര 500കൾ ചേർന്നാലാണ് 2500 ആവുക? നമുക്കറിയാം 1000-ൽ 2 എണ്ണം ഉണ്ട്, 2000-ൽ 4 എണ്ണം ഉണ്ട്, ദെൻ ഒരു 500 ഉണ്ട് അല്ലേ? 2500 ആകുമ്പോൾ ആകെ 5 500കൾ ചേർന്നാലാണല്ലേ 2500 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 5 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, 5 അല്ലേ? 5 500കൾ ചേർന്നാലാണ് എന്താവുക? 2500. അപ്പം എത്ര 500 രൂപയുടെ നോട്ടാണ് അവർ കൊടുക്കേണ്ടത്? 5 500 രൂപ നോട്ടുകൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സി ദ നമ്പർ കാർഡ്സ് മനു ഹാസ്. മനുവിന് കിട്ടിയിട്ടുള്ള നമ്പർ കാർഡ്സ് നോക്കൂ, ഏതൊക്കെയാണ്? 3468, 3648, ദെൻ 4368, 4863, ദെൻ 3864.
സീ ദ കാർഡ് മനുവിന് കിട്ടിയ കാർഡ്സ് ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പം ഇനി നോക്കാം. നെക്സ്റ്റ് നമുക്ക് എന്താ കൊടുത്തിട്ടുള്ളത്. ദസ് ആർ ടു ബി അറേഞ്ച്ഡ് ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്, പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ റൈറ്റ് ആൻസർ. അപ്പം എന്താ അതിൽ പറഞ്ഞിട്ടുള്ളത്. ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ആണ് അല്ലേ. വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ. വലുതിൽ നിന്ന് ചെറുതിലേക്കാണ്. അപ്പം ഏറ്റവും വലിയ നമ്പർ ഏതായിരിക്കണം കൂട്ടുകാരെ. ഇതിൽ നോക്കൂ, നമ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം, എന്നിട്ട് ഓപ്ഷൻ നോക്കാം അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതിൽ ഏറ്റവും വലിയ നമ്പർ നമുക്ക് എങ്ങനെ കണ്ടെത്താം. തൗസൻഡ്സിൻ്റെ പ്ലേസിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കാം. 4 ആണല്ലേ വരുന്നത്. അപ്പോൾ 4 വരുന്നത് 2 സംഖ്യകളുണ്ട് അല്ലേ. ഇവിടെ നോക്കൂ, 4368 ഉണ്ട്. അതേപോലെ തന്നെ ഇതുണ്ട് 4863 ഉണ്ട്. അപ്പം രണ്ടും തൗസൻഡ്സിൻ്റെ പ്ലേസിൽ സെയിം നമ്പറാണ്. അപ്പം ഇനി നമുക്ക് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ നോക്കാം. 100ൻ്റെ പ്ലേസിൽ നോക്കൂ, 3 ഉണ്ട് 8 ഉണ്ട്. അപ്പം അതിൽ വലുത് ഏതാണ്, 8 അല്ലേ. അപ്പം ഈ നമ്പറാണല്ലേ ഫസ്റ്റ് വരിക. അപ്പോൾ 4863 ഫസ്റ്റ്. ദെൻ സെക്കൻഡ് 4368 വരും. നെക്സ്റ്റ് നമ്പർ ഇനി ഏതായിരിക്കും, 3 വെച്ചിട്ട് വരുന്നില്ലേ. 1000ൻ്റെ പ്ലേസിൽ 3 ആണ്. അപ്പോൾ ഇതിലേതാ വലുത്, 3 എണ്ണം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാന്ന് വലുത് നമ്മളെങ്ങനെ കണ്ടെത്തും. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ നോക്കാം അല്ലേ. അപ്പോൾ മൂന്നാമത് വരും ഇതല്ലേ. ദെൻ നാലാമത് വരേണ്ടത് ഏതാണ്, യെസ് 5. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് നോക്കൂ. ഫസ്റ്റ് നമ്മൾ കണ്ടെത്തിയത് ഏതായിരുന്നു, ഫസ്റ്റ് 4368, ദെൻ 4863, ദെൻ 4368. ഓക്കെ, നമുക്ക് പോയി നോക്കാം. 4863 അല്ലേ. 4863, 4368 ഈ ഒരു ഓപ്ഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് അല്ലേ കൂട്ടുകാരെ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആണല്ലേ. ഓക്കെ, ദെൻ സീ ദ പിക്ചർ പാറ്റേൺ. ഇനി നെക്സ്റ്റ് നമുക്ക് പിക്ചർ പാറ്റേൺ ആണല്ലേ നൽകിയിട്ടുള്ളത്. ഓക്കെ, ദെൻ സീ ദ പിക്ചർ പാറ്റേൺ, പുട്ട് ടിക്ക് മാർക്ക് ദ പിക്ചർ വിച്ച് കംസ് നെക്സ്റ്റ്. നെക്സ്റ്റ് വരുന്നത് ഏതാണെന്ന് അതിന് ടിക്ക് ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതിന് ടിക്ക് മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും നെക്സ്റ്റ് വരിക. ഇവിടെ നോക്കൂ, ആദ്യം ഇവിടെ ആയിട്ടൊരു സർക്കിൾ ഉണ്ട്. ദെൻ ഇവിടെ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. യെസ്, ദെൻ ഇവിടെയുണ്ട്. ഇനി ഏതായിരിക്കും വരിക അടുത്തത് ഏതായിരിക്കും കൂട്ടുകാരെ വരേണ്ടത് നോക്കൂ. യെസ്, ഇവിടെ. ദെൻ നെക്സ്റ്റ്, യെസ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും നെക്സ്റ്റ് വരിക, ഇവിടെ ഇനിയല്ല സർക്കിൾ വരേണ്ടത്, ഇവിടെയാണ് അടുത്ത സർക്കിൾ വരേണ്ടത്. അപ്പോൾ അത് ഏതാണ്, ലാസ്റ്റ് വരുന്നതാണല്ലേ. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, then activity for car race. Meera and Mitra started playing car race on the computer. See the points they got. മീരയും മിത്രയും എന്താണ്, കാർ റേസ് ചെയ്യാണ് അല്ലേ, കളിക്കുകയാണ് അവരപ്പോൾ കമ്പ്യൂട്ടറിൽ കളിക്കുകയാണ്. സീ ദ പോയിന്റ്സ് ദേ got. അവർക്ക് കിട്ടിയ പോയിന്റ്സ് നോക്കൂ. മീര 495 round to 1805, then Mitra 550, then round to 1685. then how many points did each one get. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റ്സ് എത്രയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പോയിന്റ്സ് മീര ഗോട്ട്, മീരയ്ക്ക് കിട്ടിയത് എത്രയാണ്, യെസ് 495 പ്ലസ് 1805 അല്ലേ. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്, 2300 അല്ലേ. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് നോക്കാവുന്നതാണ്. 495 പ്ലസ് ദെൻ 5 അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. പോയിന്റ് മിത്ര ഗോട്ട് അല്ലെ. മിത്രയ്ക്ക് എത്രയാണ്, 515 1685 ആണ്. 515 പ്ലസ് 1685. ഓക്കെ, നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 1685 പ്ലസ് 515 അല്ലേ. 10 then 10. ഓക്കെ, അപ്പം എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്, 2200 അല്ലേ. 2200.
ദെൻ ഹൂ ഗോട്ട് മോർ പോയിന്റ്സ്? ആർക്കാ കൂടുതൽ പോയിന്റ്സ് കിട്ടിയിട്ടുള്ളത്? മീരയ്ക്കാണോ മിത്രയ്ക്കാണോ? അതെ, മീരയ്ക്കാണ് അല്ലെ. ആർക്കാണ്? മീരയ്ക്കാണ്. ആൻസർ എന്താണ്? മീര. ദെൻ ഹൗ മച്ച് മോർ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ, എത്ര കൂടുതൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹൂ ഗോട്ട് മോർ പോയിന്റ്സ്? മീര അല്ലെ, മീര. ദെൻ എന്താ പറഞ്ഞിട്ടുള്ളത്? എത്ര ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലെ, ഹൗ മച്ച് മോർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 2300 മൈനസ് എന്താണ്? 2200 അല്ലേ. അപ്പൊ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 100 അല്ലേ. ഓക്കെ, ഹൗ മച്ച് മോർ? 100. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ പാറ്റേൺ? അപ്പൊ പാറ്റേണിലെ നെക്സ്റ്റ് നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫൈൻഡ് ഇറ്റ് ഫ്രം ദ ഗിവൺ നമ്പേഴ്സ്. തന്നിട്ടുള്ള നമ്പേഴ്സ് ഉപയോഗിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. കണ്ടെത്തുക. ഇവിടെ താഴെ നമ്പേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതാന്ന് കണ്ടെത്തിയാൽ മതി. ഇവിടെ നോക്കൂ, 1000 ഉണ്ട്, 1200 ഉണ്ട്, ദെൻ 1450 ഉണ്ട്, ദെൻ 1750 ഉണ്ട്. കാണുമ്പോൾ നമുക്ക് ഒരു പാറ്റേൺ തോന്നുന്നില്ല അല്ലേ. നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? 1000, 2000, 3000 എന്നീ രൂപങ്ങളിലാണല്ലോ പഠിച്ചിട്ടുള്ളത്. അതൊന്ന് വ്യത്യസ്തമാണ്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ പാറ്റേൺ കണ്ടാൽ എന്ത് ചെയ്യുക? ഈ 2ൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? 1 മൈനസ് ചെയ്യണം. ദെൻ 3ൽ നിന്ന് 2 മൈനസ് ചെയ്ത് നോക്കുക. ദെൻ എന്ത് ചെയ്യുക? ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ 4ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് ആദ്യം 1200 മൈനസ് 1000 അല്ലേ. എത്രയാണ് നമുക്ക് കിട്ടുക? യെസ്, 200 എന്ന് കിട്ടും അല്ലേ. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 1200 1000 കുറച്ച് 200 എന്ന് കിട്ടും. നമുക്ക് എളുപ്പമാണ്, നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. ദെൻ 1450 മൈനസ് 1200 എത്രയാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്? 0. ദെൻ 250 ആണല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ മുകളിൽ ആദ്യം നമുക്ക് കിട്ടിയത് എത്രയാണ്? 200 ആണല്ലേ. 1000നോട് 200 കൂട്ടി നോക്കുമ്പോൾ 1250 കിട്ടി. ദെൻ 1200നോട് 250 കൂട്ടി നോക്കുമ്പോൾ എത്ര കിട്ടി? 1450 കിട്ടി. ഇനി 1750 നിന്ന് 1450 ഒന്ന് മൈനസ് ചെയ്ത് നോക്കൂ. 0 0 എത്ര കിട്ടുന്നത്? 300 അല്ലേ. അപ്പോൾ പ്ലസ് 300 അല്ലേ. ഓക്കെ, അപ്പം 1450നോട് 300 കൂട്ടുമ്പോൾ 1750 കിട്ടിയല്ലേ. അപ്പം ഇനി നെക്സ്റ്റ് നമ്പർ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? ഇവിടെ നോക്കൂ, 200, 250, 300 അങ്ങനെയല്ലേ വന്നിട്ടുള്ളത്. അപ്പം ഇനി അടുത്ത സംഖ്യ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, 1750നോട് കൂടി എന്ത് കൂട്ടി നോക്കണം? 350 കൂട്ടി നോക്കണം അല്ലേ. അപ്പം നമുക്ക് കൂട്ടി നോക്കാം. 1750 പ്ലസ് 350 അല്ലേ. 0. ദെൻ 10. ദെൻ 1 അല്ലേ. ദെൻ 2, 2100. ആൻസർ എത്രയാണ് കിട്ടുന്നത്? 2100 അല്ലേ. 2100. ആൻസർ ഓപ്ഷൻ 4 ആണല്ലേ ഇപ്പോൾ വരുന്നത്. ആൻസർ ഓപ്ഷൻ 4. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്ലേ എക്യുപ്മെൻറ്റ്സ് അല്ലേ. മീര ദ സ്പോർട്സ് ക്ലബ് സെക്രട്ടറി വിത്ത് ടീച്ചേഴ്സ് വെൻ ടു പർച്ചേസ് സ്പോർട് എക്യുപ്മെൻറ്റ് ഫോർ ദ സ്കൂൾ. ദേ ഹാഡ് 5500 rupees. മീര എന്ത് ചെയ്യാണ്? മീര ദ സ്പോർട്സ് ക്ലബ് സെക്രട്ടറി വിത്ത് ടീച്ചേഴ്സ് വെൻ ടു പർച്ചേസ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഫോർ ദ സ്കൂൾ. ദേ ഹാഡ് 5500 rupees. അവരുടെ കയ്യിലാകെ എത്ര രൂപയുണ്ട്? എത്ര രൂപയുള്ളത്? 5500 രൂപയുണ്ട് അല്ലേ. ദെൻ നമ്മളോട് ഇവിടെ പ്രൈസ് ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ ടോട്ടൽ പ്രൈസ്. അവരെന്തൊക്കെയാണ് അപ്പോൾ വാങ്ങിയിട്ടുള്ളത് കൂട്ടുകാരെ? ക്രിക്കറ്റ് ബാറ്റും ബോളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് ബാറ്റിനും ബോളിനും കൂടി എത്ര രൂപയായി നോക്കൂടെ? 1230 ആണല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എഴുതാം 1230. ദെൻ ഷട്ടിൽ ബാറ്റിനും കോർക്കിനും കൂടിയിട്ടോ? ഷട്ടിൽ ബാറ്റിനും കോർക്കിനും 970. ദെൻ ക്യാരം ബോർഡിന് എത്രയാണ് രൂപ? യെസ്, 1300 അല്ലേ. ഇനി ടോട്ടൽ കണ്ടെത്തണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആഡ് ചെയ്ത് നോക്കാം. 1230 പ്ലസ് 970 പ്ലസ് 1300 അല്ലേ. 0. ദെൻ 10. നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? യെസ്, 3500 rupees അല്ലേ. 0 0. ദെൻ 7 + 3 10.
ദെൻ 1 ബാലൻസ് ഉണ്ട് അല്ലേ, ദെൻ 15 കിട്ടും 1 ബാലൻസ്, ദെൻ 1 + 1 2 2 + 1 ബാലൻസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ 3500 കിട്ടി. അപ്പോൾ എത്രയാണ് ടോട്ടൽ എന്ന് പറയുന്നത്? 3500 റുപ്പീസ് അല്ലേ, 3500 റുപ്പീസ്. ദെൻ ഫൈൻഡ് ദ ബാലൻസ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കറിയാം ആകെ എത്ര രൂപയാണ് ഇവിടെ കയ്യിലുള്ളത്? 5500 രൂപയാണ് ഉള്ളത്. 5500 റുപ്പീസ് ആണുള്ളത്. ഇപ്പോൾ ആകെ എത്ര രൂപയായി അവർക്ക്? 3500 ആയി അല്ലേ. അപ്പം ഇനി ബാലൻസ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? യെസ്, 5500 അല്ലേ, 5500 മൈനസ് 3500 അല്ലേ, ഇതല്ലേ കിട്ടുന്നത്? 0 ദെൻ 0 2000 ആണല്ലേ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 2000. ദെൻ വാട്ട് ക്യാൻ ബി പർച്ചേസ്ഡ് മോർ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി അവർക്ക് എന്ത് വാങ്ങാൻ സാധിക്കും? 2000 രൂപ ഉണ്ടല്ലോ. അപ്പം ഇനി അവർക്ക് ഏത് സാധനങ്ങളും കൂടി വാങ്ങിക്കാൻ സാധിക്കും? അപ്പോൾ 2000 രൂപയിൽ ഉൾക്കൊള്ളുന്നതിൽ ഏതായിരിക്കും? നോക്കൂ, വോളിബോളും ഉണ്ട്, ഷട്ടിൽ ബാറ്റും കോക്കും ഉണ്ട് അല്ലേ. ഷട്ടിൽ ബാറ്റും കോർക്കും. ദെൻ ഏതാണ്? യെസ്, വോളിബോൾ നെറ്റും വോളിബോളും കൂടി വാങ്ങാം അല്ലേ. ഇവിടെ നോക്കൂ, വോളിബോൾ നെറ്റും വോളിബോളും കൂടി വാങ്ങിയാൽ 2000-ൻ്റെ ഉള്ളിൽ തന്നെയല്ലേ വരുള്ളൂ. വോളിബോൾ നെറ്റും വോളിബോളും കൂടി വാങ്ങിയെങ്കിൽ 2000-ൻ്റെ ഉള്ളിലല്ലേ വരുള്ളൂ നമുക്ക്. അപ്പോൾ എന്തൊക്കെ വാങ്ങാം അവർക്ക്? വോളിബോൾ നെറ്റും വോളിബോളും വാങ്ങിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ വോളിബോൾ നെറ്റും വോളിബോളും വാങ്ങിക്കാവുന്നതാണ്. ദെൻ ഫൈൻഡ് ദ ബാലൻസ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ വാട്ട് ക്യാൻ ബി പർച്ചേസ്ഡ് മോർ. അപ്പം നമുക്കിവിടെ എന്ത് എഴുതാം? വോളിബോൾ എഴുതാം, അതുപോലെ തന്നെ വോളിബോൾ നെറ്റും എഴുതാം. അവയുടെ പ്രൈസും കൂടി നിങ്ങൾ ഇവിടെ എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭാഗ്യ വിത്ത് ഹെർ പാരൻസ് വെൻ ടു ബൈ ഡ്രസ് ഫോർ ഓണം. ദേ ഹാഡ് 7000 റുപ്പീസ് അല്ലേ. അവരുടെ കയ്യിലാകെ എത്ര രൂപയുണ്ട് കൂട്ടുകാരെ? 7000 റുപ്പീസ് ആണുള്ളത്, 7000 രൂപയാണുള്ളത്. ഇനി ഓരോ സാധനങ്ങളുടെയും പ്രൈസ് ലിസ്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. ഷർട്ട് 900 റുപ്പീസ്, ദെൻ പാൻസ് 1050 റുപ്പീസ്, ലാച്ച 1550, അങ്ങനെ ഓരോന്നിൻ്റെയും വില ഇവിടെ നൽകിയിട്ടുണ്ട്. സി ദ ഡ്രസ് ബോട്ട് ഫോർ ഭാഗ്യ ആൻഡ് ഹെർ ബ്രദർ. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ്? അപ്പോൾ ഷർട്ട് 900, പാൻസ് 1050 ഉണ്ട്. ദെൻ ലാച്ച് എത്രയാണ്? യെസ്, ലാച്ച് എത്ര രൂപയ്ക്കാണ്? 1550-ക്കാണല്ലേ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് നോക്കണം അല്ലെ. ഇവ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? എത്രയാണ് കൂട്ടുകാരെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്? ഓക്കെ, നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 1050, ദെൻ 1550, ദെൻ 900 അല്ലേ. 100, ദെൻ 10, ദെൻ 15, യെസ് 3500 കിട്ടും അല്ലേ. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 3500 എന്ന് കിട്ടും. അപ്പോൾ എത്രയാണ്? 3500 റുപ്പീസ്. ഫൈൻഡ് ദ റിമൈനിങ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി എത്ര രൂപയുണ്ടാവും? നമുക്കറിയാം, ഇവിടെ നോക്കൂ, അവർ എത്ര രൂപയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? 7000 രൂപയാണല്ലേ. അപ്പോൾ ആ 7000 നമ്മൾ എന്ത് ചെയ്യുക? ഈ 3500 മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 7000 മൈനസ് 3500 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? യെസ്, 3500 തന്നെ അല്ലേ. 3500. They want to buy t-shirt for father and saree for mother. Will the balance money is sufficient? 3500 രൂപയാണ് ഇനി ബാക്കി അവരുടെ കയ്യിലുള്ളത്. ഇനി അവർക്ക് എന്തൊക്കെ വാങ്ങണം? ടീഷർട്ട് ഫോർ ഫാദർ, സാരി ഫോർ മദർ. ഫാദറിന് എന്ത് വാങ്ങണം? ടീഷർട്ടും വാങ്ങണം, മദറിന് സാരി വാങ്ങണം. അപ്പം നമുക്ക് അവരുടെ വിലയൊന്ന് നോക്കാം. സാരിയുടെ വില എന്ന് പറയുന്നത് 2100 രൂപയാണ്. ദെൻ ടീഷർട്ടിൻ്റെ വില എത്രയാണ്? 950 രൂപയാണ് അല്ലേ. അപ്പോൾ 2100-ഉം 950-ഉം കൂട്ടി നോക്കുമ്പോൾ 3500-ൻ്റെ ഇടയിലുള്ള ഒരു നമ്പർ തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത്. എത്രയാണ് കിട്ടുക? നോക്കൂ, 3050 രൂപ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ഇപ്പോൾ കൂട്ടി നോക്കുമ്പോൾ 3050 കിട്ടുക. അപ്പോൾ അത് 3500-ൻ്റെ ഇടയിലുള്ള നമ്പർ അല്ലേ. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യാം? ആ സംഖ്യയ്ക്ക്, ആ തുകയ്ക്ക് എന്ത് ചെയ്യാവുന്നതാണ്? സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. അപ്പം പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ റൈറ്റ് ആൻസർ. സഫീഷ്യൻ്റ് ആണ് അല്ലേ. സഫീഷ്യൻ്റ് എന്ന് നൽകിയിട്ടുണ്ട്, ഇൻസഫീഷ്യൻ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വാങ്ങാൻ സാധിക്കുമല്ലോ. അപ്പോൾ സഫീഷ്യൻ്റ് നമുക്ക് ടിക്ക് മാർക്ക് ചെയ്യാം.
ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.